3000 രൂപ വില, ഒന്നിന് ഏതാണ്ട് 3 കിലോ തൂക്കം വരും. മാമ്പഴങ്ങളുടെ വിസ്മയ ലോകം, രുചിയുടെ രാജാക്കന്മാർ തേടി ഇന്ത്യയുടെ ഒരു യാത്ര തൽക്കാലം എന്ന് വെച്ചാൽ മലയാളികൾക്ക് മാമ്പഴക്കാലം കൂടിയാണ്. മധുരമൂറ്റുന്ന അൽഫോൻസയും നാടൻ മാങ്ങകളും നമ്മുടെ പ്രിയപ്പെട്ടതാണെങ്കിലും ഇന്ത്യയിലെ മാമ്പഴങ്ങളുടെ ലോകം അതിരുകളില്ലാത്ത വിസ്മയങ്ങൾ നിറഞ്ഞതാണ്. സാധാരണയായിട്ട് വിപണിയിൽ കാണുന്നതിലപ്പുറവും വലിപ്പത്തിലും നിറത്തിലും രുചിയിലും അമ്പരപ്പിക്കുന്ന നിരവധി അപൂർവ ഇനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. ഇവയിൽ പലതും രാജകീയ പാരമ്പര്യവും ചരിത്രത്തിൻ്റെ പിൻബലവുമുള്ളവയാണ്. അപൂർവ മാമ്പഴങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നത് മധ്യപ്രദേശിലെ അലിരാജ്പൂർ ജില്ലയിൽ മാത്രം കാണപ്പെടുന്ന നൂർജഹാൻ മാമ്പഴമാണ്. മാമ്പഴങ്ങളിലെ ഭീമൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഇനത്തിന് ഒറ്റയ്ക്ക് 3 കിലോ വരെ ഭാരമുണ്ടാകും എന്നുള്ളതാണ്. കാലാവസ്ഥയോട് അതീവ സംവേദനക്ഷമത പുലർത്തുന്ന ഈ ഇനം കൃത്യമായിട്ടുള്ള പരിചരണം ആവശ്യമുള്ള ഒന്നാണ്. ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള രീതിയിലുള്ള വലിപ്പവും അസാധാരണമായിട്ടുള്ള രീതിയിലുള്ള രുചിയും തന്നെയാണ് വിപണിയിൽ ഇതിന് സ്വർണത്തോളം വില നൽകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് തന്നെ. രാജകീയമായിട്ടുള്ള പാരമ്പര്യമുള്ള മറ്റൊരു ഇനമാണ് ഇമാം പസന്ത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാജകീയമായിട്ടുള്ള രുചിക്കൂട്ടാണ് ഇതിനുള്ളത്. പലയിടങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ മാമ്പഴം അതിൻ്റെ ഒരു സുഗന്ധം കൊണ്ടും വായയിൽ അലിഞ്ഞു പോകുന്ന പൾപ്പ് കൊണ്ടും ആരെയും കൊതിപ്പിക്കുമെന്നുള്ളതാണ്. കൃഷിരീതിയിലെ സവിശേഷതകൾ കാരണം ഇവയുടെ ലഭ്യത വളരെ കുറവാണെന്നതും ഇവയെ കൂടുതൽ പ്രീമിയമാക്കുന്നു. ഇന്ത്യൻ വിപണിയിലെ താരമെന്ന് അൽഫോൻസയാണെന്നുണ്ടെങ്കിലും ഗോവൻ മണ്ണിൽ മാത്രം വിളയുന്ന മാങ്കുരാത് മാമ്പഴത്തിന് വലിയൊരു ആരാധക വൃന്ദമുണ്ട് എന്നുള്ളതാണ്. ഈ ഇനം മറ്റു മാമ്പഴങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തികച്ചും സവിശേഷമായിട്ടുള്ള ഒരു മധുരമാണ് നൽകുന്നത്. തീരദേശ കാലാവസ്ഥയിൽ വളരുന്ന മാങ്കുരാതിൻ്റെ മണവും അതേപോലെ തന്നെ നിറവും എല്ലാം തന്നെ മാമ്പഴ പ്രേമികളെ എപ്പോഴും ആകർഷിക്കാറുമുണ്ട്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ ഫസ്ലി മാമ്പഴങ്ങൾ വലുപ്പത്തിലും മധുരത്തിലും മറ്റുള്ളവയെ വെല്ലുന്നവയാണ്. വൈകി വിളവെടുക്കുന്ന ഈ ഇനം എന്ന നിലയിൽ സീസണിൻ്റെ അവസാന ഘട്ടത്തിലും മാമ്പഴ പ്രേമികൾക്ക് ആശ്വാസമാകുന്നത് ഫസ്ലിയാണ്. മികച്ച പൾപ്പ് ഗുണമേന്മയുള്ളതിനാൽ തന്നെ അച്ചാറ് മുതൽ ജ്യൂസ് വരെ ഉണ്ടാക്കാൻ ഇവ ഏറെ അനുയോജ്യവുമാണ്. അതുപോലെ തന്നെയാണ് ലക്നൗവിലെ പൈതൃക വിളയായിട്ടുള്ള കൊഹിത്തൂർ മാമ്പഴം. നവാബുമാരുടെ കാലം മുതൽക്ക് പ്രശസ്തമാണ്. വിരലിലെണ്ണാവുന്ന കർഷകർ മാത്രം പരിപാലിക്കുന്ന ഈ മാമ്പഴം ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലായ അപൂർവ ഇനങ്ങളുടെ പട്ടികയിലാണ്. ഇതിൻ്റെ നേർത്ത തൊലിയും തേൻ പോലുള്ള മധുരവും കോഹിത്തൂരിനെ മാമ്പഴങ്ങളുടെ ലോകത്തെ ഒരു അമൂല്യ രത്നമാക്കി മാറ്റുന്നു. മലയാളികളും ഇന്ന് ഈ അപൂർവതകളെ തേടിയിട്ട് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ മാന്തോപ്പുകളിൽ പോലും ഇപ്പോൾ മിയാസാക്കി പോലുള്ള വിദേശ ഇനങ്ങളും നൂർജഹാൻ പോലുള്ള ഇന്ത്യൻ അതിശയങ്ങളും വളരുന്നുണ്ട്. സ്ഥലപരിമിതികളെ മറികടക്കാൻ മൾട്ടി ഗ്രാഫ്റ്റിംഗ് പോലെയുള്ള ആധുനിക കൃഷിരീതികൾ പരീക്ഷിച്ച് നമ്മുടെ കർഷകർ മാമ്പഴത്തിൻ്റെ ജനിതക സമ്പത്തിനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുകയാണ്. ഈ അപൂർവ ഇനം മാമ്പഴങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും അവയുടെ വിലയെക്കുറിച്ചുമുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയും സജീവമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു മാമ്പഴത്തിന് ആയിരക്കണക്കിന് രൂപ നൽകാൻ ആളുകൾ തയ്യാറാകുന്നത് വെറും രുചിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഒരു പഴം എന്നതിലുപരി അതൊരു അമൂല്യമായിട്ടുള്ള നിക്ഷേപം കൂടിയായി മാറുന്നു എന്നുള്ളതാണ്. ഇത്തരം അപൂർവ ഇനങ്ങളെ സംരക്ഷിക്കുന്നത് വരും തലമുറയ്ക്ക് നാം നൽകുന്ന വലിയൊരു ജൈവ സമ്പാദ്യമായിരിക്കും. ഈ മാമ്പഴങ്ങളുടെ വൈവിധ്യത്തെയും അവയുടെ വാണിജ്യ സാധ്യതകളെയും നോക്കുമ്പോൾ ഇന്ത്യയിലെ ഈ പഴവർഗ്ഗങ്ങൾ ആഗോള തലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാകർഷിക്കുന്നതായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. സുവിശേഷമായിട്ടുള്ള കൃഷിരീതികളും കർഷകരുടെ അർപ്പണബോധവും ഈ അപൂർവ ഇനങ്ങളെ വംശനാശത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിക്കുന്നുണ്ടെന്നും BBC റിപ്പോർട്ട് ചെയ്ത് അടിവരയിടുന്നുണ്ട്. ചുരുക്കത്തിൽ വെറുമൊരു പഴം എന്നതിലുപരി ഇന്ത്യയുടെ കാർഷിക പാരമ്പര്യത്തിൻ്റെയും ജൈവ വൈവിധ്യത്തിൻ്റെയും അടയാളങ്ങളാണ് ഈ മാമ്പഴങ്ങൾ. ഓരോ ഇനവും ഓരോ കഥകൾ പറയുന്നു എന്ന്, ഓരോ രുചിയും ഓരോ ചരിത്രം പേറുന്നു. മാമ്പഴങ്ങളുടെ ഈ വിസ്മയ ലോകം കൂടുതൽ അറിവുകളിലേക്കും അതുവഴി വലിയൊരു കാർഷിക വിപ്ലവത്തിലേക്കും നമ്മളെ നയിക്കുമെന്ന് അതുള്ളത് തീർച്ചയാണ്.